ഹായ് പ്രിയ കൂട്ടുകാരെ, ഷീജാസ് വ്ലോഗിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സുസ്വാഗതം. ഇന്ന് നമ്മൾ ഒരു വൻപയർ മത്തങ്ങ എറിശ്ശേരിയാണ് തയ്യാറാക്കുന്നത്. ഓണമൊക്കെ വരികയല്ലേ, നമുക്ക് എറിശ്ശേരിയൊക്കെ വയ്ക്കാം. എല്ലാവർക്കും അറിയാമായിരിക്കും, എന്നാലും ഞാൻ ചെയ്യുന്ന രീതിയിൽ ഞാനിവിടെ കാണിച്ചു തരാം. നമുക്ക് വേണ്ടത് നല്ല വിളഞ്ഞ മത്തങ്ങ വേണം. പക്ഷേ എനിക്ക് കിട്ടിയത് പൊട്ട് മത്തങ്ങ ആയിപ്പോയി, എല്ലാവരും ക്ഷമിക്കുക. ഏട്ടൻ വാങ്ങിക്കൊണ്ട് വന്ന അങ്ങനത്തെ ഒരു മത്തങ്ങ ആയിപ്പോയി. പിന്നെ നമുക്ക് വേണ്ടത് 1 സ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ജീരകം, ചുവന്നുള്ളി, വെളുത്തുള്ളി, പിന്നെന്താ കറിവേപ്പില, വൻപയർ, അങ്ങനെ പിന്നെ കടുക് വറക്കുന്നതിനുള്ള എല്ലാ ഐറ്റംസും. നമുക്ക് ആ വൻപയറും ചുവന്നുള്ളിയും 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും എല്ലാം കൂടി കുക്കറിലിട്ട് 2 വിസിൽ വരുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതിപ്പം വെന്തിട്ടുണ്ട്. ഒരു മണിക്കൂറോളം നമ്മൾ ആ വൻപയർ കുതിർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വേകും കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ വെന്ത പയറിലേക്ക് ഞാൻ മത്തങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുക്കറിൻ്റെ പൊക്കം കാരണം നിങ്ങൾക്ക് അത് ഇടുന്നത് കാണാൻ പറ്റുന്നില്ല അല്ലേ. ഞാൻ പറഞ്ഞു തരാം എന്തൊക്കെയാണ് ചേർക്കുന്നതെന്ന് പറഞ്ഞു തരാം. നമ്മൾ മത്തങ്ങ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതിരുന്നൊന്ന് വേകട്ടെ. ഒന്നിളക്കി വെച്ചിട്ട് നമുക്ക് ഇനി കുക്കർ അടച്ചു വെച്ച് ഒരു വിസിൽ വരുത്തി കഴിഞ്ഞാൽ നന്നായിട്ട് വെന്തോളും. ഇവിടെ നന്നായിട്ട് അത്ര അങ്ങ് വേകണ്ട എന്നുള്ളൊരു രീതിയാണ് ഇവിടെ ഉള്ളവർക്ക്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, മത്തങ്ങ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അടച്ചു വയ്ക്കുകയില്ല, ഇങ്ങനെ വെച്ചിട്ട് സ്റ്റവ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഇടാനുള്ള വറുത്ത തേങ്ങ ഇടണ്ടേ, അതിന് നമുക്ക് തേങ്ങ വറക്കാം നന്നായിട്ടത്. ഇത് 1/4 മുറി തേങ്ങ, അതായത് ഒരു തേങ്ങ ഫുള്ളായിട്ട് എടുത്തിട്ടില്ല, ഒരു തേങ്ങയുടെ 1/4 ഭാഗം എടുത്തിട്ടുണ്ട്. അതിൽ 1/4 ഭാഗം നമുക്ക് അത് അരയ്ക്കുന്നതിന് വേണ്ടിയിട്ട്, അരപ്പിന് വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അത് ഫ്രൈ ചെയ്യാൻ. ഇവിടെ തേങ്ങ അരച്ച് ചേർക്കുന്നത് കുറച്ച് മതി, പക്ഷേ വറുത്തെടുക്കുന്നത് ഇച്ചിരി കൂടുതലായിട്ട് വേണം. അങ്ങനെ ഇവിടുത്തെ ഒരു രീതി. നിങ്ങൾ ഏത് രീതിയാണ്, നിങ്ങൾക്ക് കൂടുതൽ തേങ്ങ അരച്ച് ചേർക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യുക. എന്നിട്ട് കുറച്ച് തേങ്ങ വറുത്തിട്ടാലും മതി. പിന്നെ തേങ്ങ കൊത്തൊക്കെ വറുത്ത് എണ്ണയ്ക്കകത്ത് മൂപ്പിച്ചിടുന്നവരുണ്ട്. അങ്ങനെയാണെങ്കിൽ അതും ടേസ്റ്റാണ്. പക്ഷെ ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ മാർക്കറ്റിൽ നിന്ന് തേങ്ങ ഇങ്ങനെ ചിരകിയിട്ടാണ് കിട്ടുക. അല്ലെങ്കിൽ പിന്നെ ലുലുവിലൊക്കെ നമ്മൾ പോകുമ്പോൾ അന്നേരം ഷെല്ലോട് കൂടിയിട്ടുള്ള നമുക്ക് കോക്കനട്ട് കിട്ടും. ഞാനിത് അത് റെഡി ആയിട്ടുണ്ട്. അങ്ങ് കൂടുതൽ നമ്മൾ കറിക്കൊക്കെ അരയ്ക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന അത്രയ്ക്ക് അങ്ങോട്ടും അങ്ങ് ഫ്രൈ ആവണ്ട, ചുവപ്പ് കളറാവണ്ട, എങ്കിലും അത് ഒന്ന് ഇതാവണം. അത് ഞാൻ തേങ്ങയും ജീരകവും 1 പച്ചമുളകും 2 ചുവന്നുള്ളിയും കൂടി അരച്ചതാണിത്. ആ കൂട്ട് ഞാൻ നമ്മുടെ മത്തങ്ങയും വൻപയർ വേവിച്ചത്, വൻപയറിൻ്റെ കൂടെ ഞാൻ 2 പച്ചമുളക്, ചുവന്നുള്ളി, വെളുത്തുള്ളി, അതിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി ഞാനിതിൽ എഴുതിയിട്ടുണ്ട്. വെളുത്തുള്ളി, പിന്നെന്താ കറിവേപ്പില, അതും അതിൻ്റെ കൂടെ മുളക് പൊടി, പിന്നെ മഞ്ഞൾ, ഇത് ഇത്രയും കൂടി ഇട്ടിട്ടാണ്. ലേശം സോൾട്ടും കൂടെ ആഡ് ചെയ്തു, അല്ലെങ്കിൽ ആ പയറിനൊരു ടേസ്റ്റ് വരത്തില്ല. അതുകൊണ്ടാണ് ലേശം സോൾട്ടും കൂടി ഞാൻ ആഡ് ചെയ്തത്. എന്നിട്ടാണ് നമ്മൾ കുക്കർ അടച്ചിട്ട് 1 വിസിൽ വരുത്തിയത്. ഇത് 1 മണിക്കൂറോളം ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്തുകൊണ്ടാണ് 1 വിസിൽ കൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടിയത്. ഇനി അതിലേക്ക് നമ്മൾ അരപ്പെല്ലാം ചേർത്ത് ഇനി ആ സ്റ്റവിലോട്ട് മാറ്റി വെക്കാം. ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് ചെയ്യാം. ഇനി നമുക്ക് അതിലേക്ക് കടുക് വറുത്തിടണം അല്ലേ. അതിന് നമുക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് ഓയിൽ ഒഴിച്ചാൽ മതി, തേങ്ങയൊക്കെ നമ്മൾ വറുത്ത് ചേർക്കുന്നതല്ലേ, അപ്പം നമുക്ക് കുറച്ച് ഓയിൽ
കോക്കനട്ട് ഓയിൽ തന്നെ ഒഴിക്കണം. അത് കുറച്ചൊഴിച്ചാൽ മതി. പ്രഷറൊക്കെ ഉള്ളവർ ഈ കറി കൂട്ടുമ്പോൾ ഇച്ചിരി ഒരു ബുദ്ധിമുട്ടുണ്ടാകും. എന്ന് വെച്ചാൽ തേങ്ങ വറുത്തതും ചേർക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ വെളിച്ചെണ്ണ നമ്മൾ കടുക് പൊട്ടിച്ചും ചേർക്കുന്നുണ്ട്. എനിക്കൊക്കെ ഈ കറി കൂട്ടിക്കഴിഞ്ഞാൽ പ്രഷർ അങ്ങ് കൂടുന്നു. ഇപ്പം നോർമലാണ്. ഇങ്ങനെയുള്ള കറികളൊക്കെ കൂട്ടുമ്പോൾ എനിക്ക് പ്രഷർ ഹൈ ആവും. നേരത്തെ എനിക്ക് 223 ആയായിരുന്നു. ഒറ്റയടിക്കൊക്കെ പ്രഷർ ഹൈ ആയിട്ട് പിന്നെ ഞാൻ ഗുളിക 1-2 ദിവസമൊക്കെ കഴിച്ച് പിന്നീട് ഞാൻ എന്ത് ചെയ്തു, ഒറ്റമൂലി മരുന്ന് കഴിച്ചു. അത് കഴിച്ചതോടുകൂടി എൻ്റെ പ്രഷർ നോർമലായി. ആ ഒരു മെഡിസിൻ ഞാൻ പിന്നീട് ഒരു ദിവസം ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ആ വീഡിയോ എല്ലാവർക്കും ഗുണകരമായിട്ടുള്ളൊരു വീഡിയോ ആണ്. എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ കടുക് ഇട്ടിട്ടുണ്ട്. കടുകൊന്ന് പൊട്ടി വരട്ടെ. ഈ മത്തങ്ങ നമ്മുടെ കുട്ടികൾക്കെല്ലാം ചെറുപ്രായം തൊട്ടേ കൊടുത്ത് ശീലിപ്പിക്കണം. എന്തെന്ന് വെച്ചാൽ ഈ മത്തങ്ങയിൽ ഒരുപാട് വിറ്റമിൻസൊക്കെ ഉണ്ട്. അത് നമ്മുടെ ബ്രെയിൻ വളർച്ചയ്ക്ക് വളരെ സഹായിക്കുന്ന എല്ലാ ഘടകങ്ങളും ഇതിലുണ്ട്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ ചെറുപ്രായം തൊട്ടേ, അതായത് ഒരു 7 മാസമൊക്കെ ആകുമ്പോൾ തൊട്ടേ മത്തങ്ങ അവർക്ക് കഴിക്കാൻ പാകത്തിലുള്ള ഓരോ വിഭവങ്ങളാക്കിയിട്ട് നമ്മൾ കൊടുക്കണം. ഇതിൽ വിറ്റമിൻ എ, വിറ്റമിൻ സി, ഫൈബർ, പൊട്ടാസ്യം, കാൽസ്യം, ഫോസ്ഫറസ്, മഗ്നീഷ്യം എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ബ്രെയിന് നല്ല പവർ നൽകുന്ന ഒരു ഫ്രൂട്ടാണ് മത്തങ്ങ. ഇത് നമ്മൾ കടുക് പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച്, അതായത് 1 സ്പൂണോളം ഉഴുന്ന് ചേർത്ത് കൊടുക്കണം. ഈ ഉഴുന്ന് നമ്മൾ ഫ്രൈ ചെയ്തിട്ട് കഴിഞ്ഞാൽ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അതിനുവേണ്ടി ഉഴുന്നിട്ട് കൊടുക്കുക. ഒന്ന് കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞില്ല, എന്തോ ഇവിടുത്തെ കടുക് പൊട്ടാൻ ഇത്തിരി താമസമാണ്. അത് ഉഴുന്നിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ സ്ലിം ആകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു ഉത്തമ ഫ്രൂട്ടാണിത്. മത്തങ്ങ ഫ്രൂട്ടെന്ന് പറഞ്ഞതുകൊണ്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട കേട്ടോ. ഇതൊരു ഫ്രൂട്ടാണ്. വെജിറ്റബിളായിട്ടും ഫ്രൂട്ടായിട്ടും കണക്കാക്കാൻ പറ്റുന്ന ഒരു വെജിറ്റബിളാണ് നമ്മുടെ മത്തങ്ങ. പിന്നെ ഇത് സ്കിന്നിന് ഗ്ലോ നിലനിർത്താൻ ഇതിനുള്ള ഒരു കഴിവുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ മത്തങ്ങയൊക്കെ നമുക്ക് ഫേഷ്യൽ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ഒരു ഫേഷ്യൽ മാസ്കായിട്ട് നമുക്കിത് ഉപയോഗിക്കാം. അത് ഞാൻ പിന്നീടൊരു ദിവസം ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ പ്രമേഹമുള്ളവർക്ക് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ ലെവൽ നിയന്ത്രിക്കാൻ ഇത് സഹായിക്കും. അതുപോലെ ബ്രസ്റ്റ് ക്യാൻസർ, പ്രോസ്റ്റേറ്റ് ക്യാൻസർ, മൗത്ത്, കോളൻ, സ്റ്റൊമക്ക് എന്നിവയിലുണ്ടാകുന്ന ക്യാൻസറിനെ ഇത് തടയും. ഹൃദയത്തിൻ്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കും. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് മത്തങ്ങ. അതുകൊണ്ട് എല്ലാവരും ഒരാഴ്ചയിൽ ഒരു 2-3 പ്രാവശ്യമെങ്കിലും നമ്മൾ മത്തങ്ങ വാങ്ങിച്ച് എന്തെങ്കിലുമൊക്കെ തയ്യാറാക്കി കഴിക്കണം. അറിയാമല്ലോ, മത്തങ്ങ കൊണ്ട് ഒരു ഐറ്റം മാത്രമല്ല, ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കാൻ നമുക്കറിയാം. അത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കി അത് പായസം വരെ, നല്ല അടിപൊളി പായസം വരെ വെക്കാം മത്തങ്ങ ഒടിച്ച്. ഇത് നമ്മൾ എല്ലാം കടുകെല്ലാം വറുത്ത് കഴിഞ്ഞു. അത് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ കടുക് വറക്കുന്നത്. നമുക്കതിലേക്കിടാം. പിന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ ഈ കുക്ക് ചെയ്യുന്ന രീതിയിലാണോ നിങ്ങൾ ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻ്റ് ഇട്ടേക്കണം. ഞാൻ ചെയ്യുന്ന രീതിയിലാണ് ശരിയല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇട്ടേക്കണേ. നമ്മൾ ആ വറുത്ത് വെച്ച തേങ്ങ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ, പിന്നീട് എനിക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ ഒരു ഗ്ലാമറൊക്കെ വേണ്ടേ, അതിനുവേണ്ടി ഞാൻ ലേശം ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നീട് കടുക് വറുത്തത് ഇതിലേക്കിടാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള മത്തങ്ങ കറി, മത്തങ്ങ എറിശ്ശേരി അല്ലേ, വൻപയർ മത്തങ്ങ എറിശ്ശേരി എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട്
ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അതുപോലെ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കരുത്. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക ഒക്കെ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. അങ്ങനെ കടുക് വറുത്തതിൻ്റെ എല്ലാം ഞാൻ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ നിന്നും ഞാൻ ലേശം മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് പിന്നീട് നമുക്കത് ഗാർണിഷ് ചെയ്യാനെടുക്കാം. അതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അതൊന്ന് അടച്ച് വെക്കാം. അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഓണമൊക്കെ അല്ലേ, നമുക്ക് ഇങ്ങനെ ഓരോ വിഭവങ്ങൾ ഇങ്ങനെ തയ്യാറാക്കാം. എല്ലാവരുടെയും സപ്പോർട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ കാണും. അങ്ങനെ നമ്മുടെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള വൻപയർ മത്തങ്ങ എറിശ്ശേരി തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമായി എങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരും വരെ ഗുഡ് ബൈ.